ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിപോലെ ഒരു വീക്കെൻഡാണ്. സോ ഞാൻ എൻ്റെ ഫ്രണ്ട് ജിതിനും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. സോ പ്ലേസ് സെലക്ട് ചെയ്ത് നമ്മൾ ട്രിപ്പ് പോണത് ശനിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച എൻ്റെ തലേദിവസമാണ് നമ്മൾ പ്ലേസ് സെലക്ട് ചെയ്തത്. ബോളുമല എന്ന് പറയും. അത് നമ്മുടെ തമിഴ്നാട്ടിലൊരു പ്ലേസാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിൽ വരുന്നൊരു സ്ഥലമാണ്. കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് കൃഷ്ണഗിരിയുടെയും അതുപോലെ തന്നെ ധർമ്മപുരിയുടെയും ബോർഡറിലായിട്ട് വരുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് അറ്റുവില വന്നിട്ട് അറ്റുവിലയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമുക്ക് ഹൊസൂർ കൂടിയിട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഹൊസൂർ വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകാം. അതല്ലെങ്കിൽ കൃഷ്ണഗിരി വന്നിട്ട് കൃഷ്ണഗിരിയിൽ നിന്ന് തിരിഞ്ഞു പോകാം. അപ്പോൾ ആ റൂട്ട് എടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണഗിരി വരെയും നല്ല ഹൈവേ ആണ്. അവിടെ നിന്ന് പിന്നെ ഇൻസൈഡ് റോഡ് വന്നാൽ മതി, മീൻസ് വില്ലേജ് റോഡ് അങ്ങനെ ഫോറസ്റ്റ് ഏരിയ കൂടെ വന്നാൽ മതി. ഞങ്ങൾ പോയത് അറ്റുവിലയും തിരിഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അറ്റുവിലയും തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള പണിതിട്ടുള്ള റായ്ക്കോട്ടെ ഹൊസൂർ ഹൈവേ കിട്ടും. അതേപോലെ തന്നെ കൂടുതലും വില്ലേജുകളാണ്, നല്ല റോഡാണ്, നല്ല സീനറി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൂട്ട് സെലക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയായിരുന്നു. ഞങ്ങൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് റൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ നോട്ടീസ് ചെയ്തത്, ദൂരെ അങ്ങ് മലയുടെ ഭാഗത്തു നിന്നൊരു നല്ലൊരു പുക, ഭയങ്കരമായിട്ട് സ്മോക്ക് വരുന്നുണ്ട്. എന്തോ കാട്ടുതീ പോലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറി, ഹൊസൂർ സൈഡാണല്ലോ, ഫാക്ടറിയിൽ നിന്ന് കത്തണ പോലെ അങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് നല്ല ആകാശത്തോട്ട് നല്ല പുക വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പുകയായിരുന്നു കേട്ടോ. ഇപ്പം എന്തെങ്കിലും വെടിക്കെട്ട പടമൊക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുക വരില്ലേ, അതല്ലെങ്കിൽ ഫാക്ടറിക്ക് എത്തുമ്പോൾ അതുപോലെ നല്ലൊരു പുകയായിരുന്നു. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാകാൻ പറ്റും അതിൻ്റെ ഭീകരത എന്താണെന്ന്. അപ്പോൾ ഞാനും ജിതിനോട് പറയണ്ടായിരുന്നു, ഒന്നുകിൽ കാട്ടുതീ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറി തീ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവനും പറയുന്നുണ്ട് അതെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ടി വി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ന്യൂസ് കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം എന്ന്. അപ്പോൾ അത് നമ്മളന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഒരു ഫാക്ടറിക്ക് തീ പിടിച്ചതാണത്. ഹൊസൂരുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ പ്ലാന്റിന് തീ പിടിച്ചതായിരുന്നത്. ഞങ്ങൾ പോണതിൻ്റെ പാരലലായിട്ടൊരു റൂട്ട് പോകുന്നുണ്ട്, ആ റൂട്ടിലായിരുന്നു തീപിടുത്തം. അപ്പോൾ അവിടെ നിന്നുള്ള പുകയായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അതൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ പോണ ദിവസം. ഞങ്ങളതും കണ്ട് അങ്ങനെ പിന്നെയും യാത്ര തുടരുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുറേ വില്ലേജുകൾക്കിടയിലൂടെയും നല്ല പാടങ്ങൾക്കിടയിലൂടെയും ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെയും എല്ലാം അങ്ങനെ സീനിക്ക് റൂട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ പോയിരുന്നു. കുറേ വില്ലേജുകൾക്കിടയിലൂടെ ആയിരുന്നു നമ്മുടെ യാത്ര. അതേപോലെ തന്നെ നല്ലൊരു ഫോറസ്റ്റ് സീനിക് റൂട്ടും, ഇടയ്ക്ക് ചെറിയ ഹമ്പുകളും ഗട്ടർ റൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് കേരളത്തിലെ റോഡുകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നൊരു ഗട്ടറേ അല്ല എന്നതാണ് സത്യം. നമ്മൾ ആ മലയ്ക്കാണ് പോകണമെന്ന് തോന്നുന്നു കേട്ടോ. പോയി ബോളുമലയിലേക്കുള്ള മെയിനായിട്ടുള്ളൊരു ലെഫ്റ്റ് എടുത്ത് വില്ലേജിൻ്റെ അടുത്ത് നിന്ന് ഇനി ഇവിടെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള റോഡുകളാണ്, പ്രോപ്പറായിട്ടുള്ള വില്ലേജും അതുപോലെ ഹില്ലിലോട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടിങ്ങനെ യാത്ര തുടരാം. ഇതാണ് ബോളുമല, ബോള് പോലെ ഇരിക്കുന്ന മല, അടിപൊളി. ഹായ് ഗൈസ്, സോ ഇതാണ് ബോളുമല. അപ്പോൾ ബോളുമലയുടെ അടിവാരാണത്. സോ ലെറ്റ്സ് ഗോ.
Yeah, bro. Yeah. Woohoo! Scene. Guys, so ഇവിടെ ഞങ്ങളുടെ എല്ലാ സീനറിയൊക്കെ ആരംഭിച്ചു തുടങ്ങിട്ടോ. അതുപോലെ തന്നെ ഓഫ് റോഡും തുടങ്ങി. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ബൈക്കൊക്കെ ആയിരിക്കും കംഫർട്ടായിട്ട് വരികയെന്ന്. പക്ഷേ പോകുന്തോറും കാറുകളൊക്കെ കണ്ടായിരുന്നു. ഇന്നോവ, അതുപോലെ ഓൾട്ടോ, അതുപോലെ പിക്കപ്പ് വാനുകൾ, അങ്ങനെ അത്യാവശ്യം ഒരു ഇതെല്ലാ വണ്ടിയും മുകളിലേക്ക് എത്തിട്ടാ. ഈവൻ ഓട്ടോ വരെ എത്തും. അവിടെ ഒരു വീഡിയോ എടുക്കോ, അവിടെ നിന്ന് ഒരു വെർട്ടിക്കലായിട്ടുള്ള വീഡിയോ എടുക്കോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയായിരുന്നു റായ്ക്കോട്ടയിൽ നിന്ന്. ഈ റൂട്ടിൽ വരുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. ഞങ്ങളിങ്ങനെ കാഴ്ച കൊണ്ട് വരുന്നതുകൊണ്ട് നമ്മളധികം നിർത്തിയില്ല. റായ്ക്കോട്ടയിൽ എത്തിയപ്പോഴാണ് അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ റായ്ക്കോട്ടയിലുള്ളൊരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ചെറുതായിട്ട് ഒരു പ്ലേറ്റ് ഇഡ്ഡലിയും ഒരു പ്ലേറ്റ് പലാവും കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു കേട്ടോ. കേട്ടോ, ഇതൊക്കെ നല്ല അത്യാവശ്യം വ്യൂ ഉള്ള പോയിൻറ്റ്സാണ് കേട്ടോ. നല്ല ഹെയർ പിൻ വളവുകൾ, ഇതൊക്കെ നമുക്ക് അഡ്വഞ്ചർ ബൈക്സാണ് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഓടിച്ചു വരാൻ പറ്റും. അതുപോലെ കാറുകളൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ വഴി കയറി വരാനായിട്ട്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂസാണ് നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ മാറി മാറി വരുന്നത്. അതേപോലെ തന്നെ ഇന്ന് എന്തോ പൂജ നടക്കുന്നുണ്ട് കേട്ടോ മുകളിലും മലമുകളിൽ. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇന്ന് പോകുന്നത്. നമുക്ക് മുകളിൽ എന്നപ്പോഴാണ് മനസ്സിലായത് സാധാരണഗതിയിൽ ഇത്രയും ആൾക്കാരുണ്ടാവില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരക്കും ഇത്രയധികം കാറുകളൊക്കെ വരുന്നത്. കാറുകളവിടെ കണ്ടു തുടങ്ങിയിട്ടില്ല, പക്ഷെ നമുക്ക് മുകളിൽ ചെല്ലുന്തോറും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം തിരിഞ്ഞ് വളവുണ്ടോ, ഇതൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് നല്ലപോലെ ത്രോട്ടിൽ പുറത്ത് പഠിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ആ പൂഴയൊക്കെ കിടന്നിങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട്. കേട്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂസാണ് കേട്ടോ.
സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ എത്തുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഈ വഴി വണ്ടി ഓടിക്കാനും. കോടൊക്കെ ഉണ്ടാവുന്നതാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഞങ്ങൾ പക്ഷേ എത്തിയപ്പോൾ ലേറ്റായി. അതുപോലെ തന്നെ ഈ ഏരിയയിലോട്ട് പോകാനായിട്ട് നിലവിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. മീൻസ് ചെക്ക് പോസ്റ്റോ അങ്ങനെ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് അതിനടിവാരത്തുനിന്ന് മുകളിലോട്ട് ബൈക്കിൽ പോവാട്ടോ. ഞങ്ങളാദ്യം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ബൈക്കേഴ്സ് ആരും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഓൺലി ലോക്കൽസ് മാത്രമാണ് വയസ്സായിരം കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷൻ അടിച്ചു തന്നു. പിന്നെ നോക്കുമ്പോൾ 2-3 ലോക്കൽസും കൂടെ ചുമ്മാ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാം എന്ന് വിചാരിച്ച് പോയി. ആരെങ്കിലും തടയുകയാണെങ്കിൽ അപ്പോൾ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ നമ്മൾ ബൈക്ക് എടുത്തു. കാരണം അത്യാവശ്യം നടക്കാണ്ടെന്ന് നമുക്ക് താഴെ തന്നെ മനസ്സിലാവും. സോ നിലവിൽ ഈ റോഡ് ഇപ്പോൾ ഓപ്പണാണ്. പക്ഷേ ഫ്യൂച്ചറിൽ താഴേന്ന് ബൈക്സ് കടത്തി വിടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മലയുടെ മുകളിലേക്ക് ബൈക്ക് എടുത്തു. കുഴപ്പമൊന്നുമില്ല, ആരും തടഞ്ഞൊന്നുമില്ല. പകുതിയെത്തിയപ്പോണ്ട് ഇതേ കാറൊക്കെ വരുന്നു. അതേപോലെ മുകളിലെത്തിയപ്പോണ്ട് നിറയെ ബൈക്സ് ഇരിക്കുന്നു. ഞങ്ങൾ താഴെ ബൈക്ക് വെച്ച് വന്നെങ്കിൽ അതൊരു വൻ നഷ്ടമായി പോയാനെ. അതുപോലെ തന്നെ ഒരുപാട് നടക്കേണ്ടി വന്നേനെ, അതും ഈ നല്ല വെയിലത്ത്. അടുത്തടുത്ത് നീ എടുത്തോ. ഗൈസ്, അപ്പോൾ നമ്മൾ അവസാനം എൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലേക്ക് അത്യാവശ്യം ഒരു 95% ബൈക്ക് എത്തും. അതിനുശേഷം പാരാമലയുടെ കുറച്ച് നടക്കാനാണുള്ളത്. നടന്ന് നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി നമുക്ക് വ്യൂ ഉണ്ട്. അതേപോലെ തന്നെ മുകളിലൊരു ടെമ്പിളുണ്ട്, പൂജ നടക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എന്തോ സ്പെഷ്യൽ ഡേ ആണ് ആ ടെമ്പിളിൻ്റെ. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ പൊതുവെ ഈ ഏരിയ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയയാണ്. ടൂറിസ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. റൈഡേഴ്സിന്, അതുപോലെ കാറിൽ വരുന്നവർക്കായാലും നല്ലപോലെ എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ വ്യൂവും മനോഹരമാണ്. കുറച്ചുകൂടി നേരത്തെ എത്തിന് ഒരു 7 മണിയോടുകൂടി ഈ മലയുടെ മുകളിലേക്ക് എത്തുകയാണെങ്കിൽ, ഒരു 7 മണി 8 മണിയോടുകൂടി മലയുടെ മുകളിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും വ്യൂ ഒക്കെ, കോട എല്ലാം. സോ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇറങ്ങി പോകുമ്പോഴാണ് കുറച്ചുകൂടി അധികം ഫണ്ണ്. ഒരുപാട് പേര് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ചിലരുടെ കാറ് സ്റ്റക്ക് ആവുന്നുണ്ട്, ചിലർ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതെവിടെയും കണ്ടിട്ട് നമുക്ക് പോവാം.
അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് അഗൈൻ.